ഇന്നൊരു ബർത്ത്ഡേ ഹാമ്പർ ആയിരുന്നു സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മിനി ഫ്രെയിമും അതേപോലെ തന്നെ 4 ചോക്ലേറ്റ്സും പിന്നെ ഒരു ഇയർ റിങ്സും പാർട്ടി വെയർ ടൈപ്പ് ഇയർ റിങ്സ് ആണ് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും ആയിരുന്നു. ഞാൻ കുറച്ച് അധികമായി ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുറച്ചൊന്നും അങ്ങോട്ട് വീഡിയോസ് ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങൾക്കിപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ ഇതിനെപ്പറ്റി ABCD അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഡൗട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ എപ്പോൾ ഹാമ്പർ സെറ്റ് ചെയ്താലും എൻ്റെ മൈൻഡിലേക്ക് പോണ ഒരു കാര്യമാണ്, പണ്ട് ഞാനിത് തുടങ്ങിയ സമയത്തൊക്കെ വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഫുൾ ഫില്ല് ചെയ്തിട്ടൊക്കെയാണ് തെർമോക്കോൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ അതിൽ സോങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഞാൻ തപ്പാറുണ്ട്. അപ്പോൾ അതിലൊക്കെ സെറ്റ് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് അത്രയ്ക്ക് നീറ്റില്ലാതെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചത് ഇവരെന്തിങ്ങനെ വെക്കുന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു എന്താണ് അങ്ങനെ അവർ വെക്കാനുള്ള കാരണം ഒക്കെ മനസ്സിലാവുന്നത്. നമ്മൾ ഹാമ്പർ ചെയ്യുമ്പോൾ ആദ്യത്തെ താഴെ കുറേ കട്ട് പീസസ് ചെറുതാണെന്നുണ്ടെങ്കിലും ഇട്ടിട്ട് മുകളിലൊരു ഫൈനായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തെർമോക്കോൾ ലാഭിക്കാൻ പറ്റും. അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ടൈമൊക്കെ എടുത്തു. ആൻഡ് കുറേ തെർമോക്കോൾ അങ്ങനെ എൻ്റെ വേസ്റ്റായി പോയിട്ടുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. കുറേ പേര് ഇങ്ങനെ തന്നെ ആവും ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കണേ തന്നെ. ഇങ്ങൾക്കും ഇതേപോലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. ഇതാണ് എൻ്റെ പേജ് വന്നിട്ട്. ഇത് ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഹാമ്പറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് തന്നൊരു വർക്ക് ആയിരുന്നു ഇത്. ആൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഹാമ്പർ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതേമാതിരി തന്നെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ഐറ്റംസ് തന്നെ നമ്മളുടെ പേജിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഹൈലൈറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെയും ഞാൻ കൃത്യമായിട്ട് റേറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഹാമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസ് കറക്റ്റായിട്ടുള്ളൊരു ഹാമ്പർ കിട്ടാനായിരുന്നു. അത് എങ്ങനെ വെച്ചിട്ടും ആ ചോക്ലേറ്റ് അങ്ങോട്ട് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ചധികം കഷ്ടപ്പെട്ടിരുന്നു. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്ന മാതിരി എല്ലാവരും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വേറെ രീതിക്കായിരുന്നു. പിന്നെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വൃത്തിയാവായിട്ട് ഞാൻ വീണ്ടും മാറ്റിയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു ഐറ്റം ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഐറ്റം പ്ലസ് കൊറിയർ ചാർജും കൂടി മേടിക്കും കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. ആൻഡ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി റേറ്റും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹാമ്പർ നിങ്ങൾക്ക് ഇഷ്ടമായ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ.